അപ്പോൾ ഇതാ ഇന്ന് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അക്കു പാൽക്കോട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കുവിൻ്റെ കസിൻസ് കാവടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോൾ പാൽക്കോടൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വന്നില്ല. നല്ല രസമായിരുന്നു. പിന്നെ ഈ വെയിലത്ത് ചുഞ്ചുറിൻ്റെ അടുത്ത് കാവടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഈ വെയിലത്ത് ചുഞ്ചുറിനെ കൊണ്ട് കാവടി എടുപ്പിച്ചത് ശരിയാവില്ല, കൊച്ചു തളർന്നു പോകും. അതുകൊണ്ട് ഞാൻ കാവടിയൊന്നും എടുപ്പിച്ചില്ല. നമ്മുടെ അക്കുത സോക്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടല്ലേ. പാൽക്കോട് എടുക്കുമ്പം ചെരുപ്പൊന്നും നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ അത് കാരണം തന്നെ അമ്പലത്തിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പിള്ളേരും സോക്സൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ അവിടെ കുറച്ച് നേരം ഡോല് കൊട്ടണം കണ്ടു കേട്ടോ. പിന്നെ അതേ അന്നദാനം കഴിക്കാനാണ് പോയത്. ചുഞ്ചുരുവിനെയും കുഞ്ഞാപ്പിനെയും എന്താ സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ പിള്ളേരെ വെയിലത്ത് നിർത്തണ്ടെന്ന് വെച്ചിട്ട് അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ചുഞ്ചുരു ബേബിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അമ്മ ചുഞ്ചുറിനെയും കുഞ്ഞാപ്പിനെയും സൈഡിലേക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ക്യൂ നിർത്തി അവിടെ എത്തുമ്പോഴത്തേനും അവർ വയ്യാണ്ടാവും. അപ്പോൾ ഞാനും ചിഞ്ചു വെച്ചാണ്ടോ ക്യൂയിൽ നിൽക്കണത്. അപ്പം ഞങ്ങൾ ഈ പറയുന്നത് ചൂടിൻ്റെ കാര്യങ്ങളാട്ടോ. ഭയങ്കര ചൂടല്ലേ. ഈ ചൂടത്ത് എങ്ങനെ ഭക്ഷണം കഴിക്കും, അതാണ് ഇതാണ്, പായസം എങ്ങനെ കുടിക്കും, ഇതൊക്കെ പറഞ്ഞിട്ടോട്ടോ ഞങ്ങൾ നിൽക്കണേ. അങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം എന്താ ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ ചുഞ്ചുരു ബേബി കണ്ടിരുന്നത്. അമ്മയ്ക്ക് സീറ്റ് ഇട്ടില്ല. അപ്പോൾ അമ്മ അവിടെ നിൽക്കുകയാണ്. ചുഞ്ചുരു ബേബിനെ ഞാൻ വേഗം കൊണ്ടൊരു സീറ്റിലിരുത്തിട്ടോ. ചൂട് കാരണം ഞങ്ങൾക്ക് പായസം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റിയില്ല. ചുഞ്ചുരിന് പായസം വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കാട്ടോ. ഞാൻ കൊടുത്തിട്ട് കുടിക്കണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ പായസം കുടിച്ചു. നല്ല പായസമായിരുന്നു, പക്ഷേ കുറച്ച് മധുരം കൂടുതലായിരുന്നു. അത് കാരണം തലയൊക്കെ ആകെ എന്തോ മത്തിക്കണ പോലെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടു. അപ്പോൾ അതാ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകണം. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് തയ്ക്കാൻ കൊടുത്തോടത്ത് ഒന്നും കൂടി പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി നൈറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അമ്പലത്തിലോട്ട് വരാനായിട്ട്. താല ഇറങ്ങുന്ന ടൈമിൽ അമ്മ വരും. അമ്മ താല എടുക്കുന്നുണ്ട്. ഞാൻ താല ഒന്നും എടുക്കണില്ല. ചുഞ്ചുരു ബേബി ഉള്ളതിന് എടുക്കാൻ പറ്റില്ല. അപ്പം കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ താലത്തിൻ്റെ ഒപ്പം ഇനി അമ്പലത്തിലോട്ട് വരാട്ടോ. ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.